ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മക്കാനി ഗ്രേവിയാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ചട്ടിയിലോട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഏകദേശം മെൽറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 4-5 ഏലക്കായ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 6 സവോള മിക്സിയിൽ അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോളയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബ്രോയിലർ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയുടെ പേസ്റ്റൊക്കെ ചിക്കനിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ചിക്കനിലോട്ട് നന്നായിട്ട് ഉള്ളിയുടെ പേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വറുത്തെടുത്ത നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വൈറ്റ് പെപ്പർ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൈസസ് എല്ലാം ചിക്കനിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് അല്പം ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ടും ചൂടായി വരുമ്പോൾ നമുക്ക് നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് എന്നിവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് റെഡ് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. റെഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വാടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മക്കാനി ഗ്രേവിയുടെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മക്കാനി ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.